കേരളത്തിൽ നല്ല മഴയാണ്. ഈ ഒരു മഴയുള്ള സമയങ്ങളിലൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലൊക്കെ ബസ് കാത്തു നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു രാജ്യത്തും കാണാത്ത അല്ലെങ്കിൽ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത വളരെ വേറിട്ട അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു ബസ് ഷെൽട്ടറുണ്ട്. മറ്റെങ്ങുമല്ല, മഹാബലിയുടെ നാടായ തൃക്കാക്കര ജില്ലാ ആസ്ഥാനമായ കളക്ട്രേറ്റിൻ്റെ മുന്നിൽ IT നഗരമായ കാക്കനാടിൻ്റെ ഹൃദയഭാഗത്ത്. ഏതായാലും ആ ബസ് ഷെൽട്ടറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ സൂചിപ്പിച്ച ബസ് ഷെൽട്ടർ ഇതാണ്. തൃക്കാക്കര നഗരസഭ നിർമ്മിച്ച അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച ബസ് ഷെൽട്ടറാണ്. നല്ല മഴയുണ്ട്. നമുക്ക് നോക്കാം ഇതിനകത്തെ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വരും. എന്ത് വിധീത് വല്ലാത്ത ചതീത്, എന്ത് വിധീത് വല്ലാത്ത ചതീത്. നമുക്ക് കാണാം, ഇതിനകത്ത് നിൽക്കുന്നത് കുട പിടിച്ചാണ്. അതായത് പുറത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് ഇതിനകത്തും അതുപോലെ തന്നെ നിൽക്കണം. പക്ഷേ ഇതിനകത്ത് നിൽക്കുമ്പോൾ വെള്ളം കുത്തി വീഴും. അതുകൂടാതെ തുരുമ്പ് പിടിച്ച് ഇത് നിലം പൊത്താറായിരിക്കുന്നു. ഇതിനകത്ത് നിൽക്കുന്നത് തന്നെ ജീവൻ പണയം വെച്ചാണ്. ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഭയത്തോടെയാണ് നിൽക്കുന്നത്. കാരണം മറ്റു നിവൃത്തിയില്ല. ഇതിനകത്ത് കയറി നിൽക്കാതെ ദൂരാളുകളാണ് ഇതിനകത്ത് ബസ് കാത്തു നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം. എന്ത് വിധീത് വല്ലാത്ത ചതീത്. എങ്ങനെയുണ്ട് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം? കണ്ടല്ലോ, ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സാധാരണക്കാരായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളൊക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും കോരിച്ചൊരിയുന്ന മഴയത്ത് അവർക്കൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഒരു ചോരാത്ത അല്ലെങ്കിൽ ഭയം കൂടാതെ നിൽക്കാൻ പറ്റുന്ന ഒരു ബസ് ഷെൽട്ടർ പോലും നിർമ്മിക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരും. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്? ജനനന്മയ്ക്ക് വേണ്ടിയിട്ടോ, അതോ ജനക്ഷേമത്തിന് വേണ്ടിയിട്ടോ, അതോ ജനങ്ങളെ വട്ടം കറക്കാനോ? എന്ത് വിധീത് വല്ലാത്ത ചതീത്. ഇതിൻ്റെയൊക്കെ കാരണം ജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള ആവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാരണവശാലും ഇതുപോലെയുള്ള അനീതി ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. നമുക്കറിയാം, ഇപ്പൊ കണ്ടു, ആളുകൾ കോരിച്ചൊരിയുന്ന മഴയത്ത് കുടയും പിടിച്ച് നനഞ്ഞ് കുളിച്ച് ഈ ബസ് ഷെൽട്ടറിൽ നിൽക്കുന്നത്. എന്ത് വിധീത് വല്ലാത്ത ചതീത്. ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ നന്മ 24-നോടൊപ്പം നിങ്ങൾക്കും കൈകോർക്കാം. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.